നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂർദീൻ. ഇന്നലെ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോയുടെ ബാക്കി പത്രമാണെന്ന്. LDC തിരുവനന്തപുരം പരീക്ഷ എഴുതിയ 70 മാർക്കിന് മേലെയുള്ള ഉദ്യോഗാർത്ഥികൾ. ഇന്നലെ ഞാൻ പറഞ്ഞു 70 മാർക്കിന് മേലെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി 70-ന് താഴെ മാർക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ ആർക്കും പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളാ, ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ടുള്ള സൂചന നൽകുകയും ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ മൂല്യനിർണ്ണയം പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയുമാണ്. ആകെ 14 ജില്ലകളിൽ 6 ജില്ലകളുടെ മൂല്യനിർണ്ണയമാണ് അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജില്ലകൾ ഉടനെ തന്നെ വരും, പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരാഴ്ചയിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന പത്തനംതിട്ട, അതുപോലെ തന്നെ തിരുവനന്തപുരം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ മിക്ക ചാനലുകളും ഈ പറയുന്ന 55, 60, 65, അതായത് ഒരു പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ കൊണ്ടൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സമാധാനിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കട്ട് ഓഫ് കുറച്ച് അമിത പ്രതീക്ഷയും നൽകി ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും യാതൊരുവിധ ഒരു അടിസ്ഥാനവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന കട്ട് ഓഫുകളൊക്കെ കണ്ട്, തിരുവനന്തപുരം ജില്ലക്കാരോടാണ് കേട്ടോ, ഈ പറയുന്ന കട്ട് ഓഫ് ഒക്കെ കണ്ട് നിങ്ങൾ എത്ര പേര് പ്രതീക്ഷിച്ച് കാണും ഈ ഒരു ലിസ്റ്റിൽ വന്നു അല്ലെങ്കിൽ വരും എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ആശങ്ക അത് എത്രത്തോളം ഉണ്ട്. ഇനി ഇതൊന്നുമല്ല, കട്ട് ഓഫ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ 70 മാർക്കിന് മേലെ ഇത്രയും ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെങ്കിൽ 70 കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഈ പറയുന്ന വീഡിയോക്ക് താഴെ തന്നെ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലയ്ക്ക് ഓളാണെന്ന് പറയുന്നവരുണ്ട്. ഇനി ഇത്തരത്തിൽ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫുകൾ കൃത്യമായി കണക്ക് എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ ഞാൻ നൽകും. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനം, ഇത്തരത്തിൽ കട്ട് ഓഫ് കഴിഞ്ഞ തവണയും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ പരാതിയും വാർത്തയും കൊടുത്ത ആൾക്കാരുണ്ട്. ഇത്തവണ അത് സംഭവിച്ചാൽ അതൊരു വിഷയമല്ല. കൃത്യമായിട്ട് കുട്ടികളുടെ ആ അവരാഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് കട്ട് ഓഫ് എത്രയാണ് എന്ന് അറിയേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ള ആളുകളാണ്. ഇനി ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ വരും. ഈ പറയുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരും അതുപോലെ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ, അതായത് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റും ഉണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. മെയിൻ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരെ കൂടി ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന 70 മാർക്കിന് താഴെ ഒരു 68-നും 70-നും ഇടയിൽ മാർക്കുള്ളവരെ ഒരു പക്ഷേ വീണ്ടും പരിഗണിച്ചേക്കാം, രണ്ടാം ഘട്ടത്തിൽ പരിഗണിച്ചേക്കാം. പക്ഷെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ LDCയുടെ നിയമനങ്ങൾക്ക് അനുസൃതമായിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളവയാണ് ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ LDC തിരുവനന്തപുരത്ത് ഇനിയും കൂടുതൽ നിയമനങ്ങൾ നടത്തിയാൽ അത്രയും നിയമനങ്ങൾ എത്രയാണോ ഇപ്പോൾ 1100 നിയമനങ്ങൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ 1200 നിയമനങ്ങൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും പേരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചേക്കും. അപ്പോൾ നിലവിലെ സൂചന, നിലവിലെ കണക്ക്, അത് പ്രകാരമുള്ള വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു പക്ഷെ കൂടുതൽ ആൾക്കാരെ രണ്ടാം ഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. മറ്റ് ജില്ലകളെ സംബന്ധിച്ചുള്ള കൃത്യമായ കട്ട് ഓഫ് വരും ദിവസങ്ങളിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകപ്പെടും. മാത്രമല്ല, നമ്മൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ തരുന്നത് മാത്രം പഠിച്ചാൽ മതി എന്ന് പലപ്പോഴും നമ്മുടെ ഒരു ടാഗ് ലൈനോട് കൂടി ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താ നിങ്ങൾ തരുന്നത് മാത്രം, അതെന്താ നിങ്ങളാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, പോട്ടെ അതെല്ലാം വിടട്ടെ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതായത് ഒരു കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല, ഓക്കെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയാം. പക്ഷെ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ആണെങ്കിൽ കൂടിയും കംപ്ലീറ്റ് റാങ്ക് മേക്കിംഗ് GK ചോദ്യങ്ങൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് എല്ലായിടത്തും ഉണ്ടെന്ന് പറയും. കറണ്ട് അഫയർസ് ചോദ്യങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ കൃത്യമായി മുഴുവനും നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമായിട്ടുണ്ട് നമ്മുടെ നോട്ടുകൾ. അതിനെപ്പോലും ട്രോളിക്കൊണ്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ട്രോള് വിശ്വസിച്ച് നമ്മളിൽ വന്ന് ഈ കറണ്ട് അഫെയർ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, കറണ്ട് അഫെയർ ഫ്രീ ആയിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, അതിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ളവരുണ്ട്. സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ഈ ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്.
ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ ഇത്രയും നാളും ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവ് ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന കുറേ നെഗറ്റീവ് വോളുകളുണ്ട്. അവന്മാരെല്ലാം ഇനി മാളത്തിലേക്ക് വിളിക്കും. കാരണം അവർക്ക് വേണ്ടിയിരുന്നത് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അവരെല്ലാവരും മാളത്തിൽ ഒളിക്കും. ഇതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും കട്ട് ഓഫ് താഴ്ത്തി പറഞ്ഞു. കട്ട് ഓഫ് മറികടന്ന ഉദ്യോഗാർത്ഥികളുടെ അതിപ്രസരം അവർ ഉയർത്തി കാണിക്കുകയും അതിന് താഴെ വന്ന കുട്ടികളുടെ മോങ്ങലോ കരച്ചിലോ ഒന്നും കാണാനോ പിടിക്കാനോ ഒന്നും അവർ നിൽക്കത്തുമില്ല. അത്തരക്കാരുടെ ശബ്ദം ഉയർന്ന് പൊങ്ങത്തുമില്ല. കാരണം അവർ മാനസികമായിട്ട് അവർ തളർന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാപനങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. കാരണം ഇനി അവിടെ പഠിച്ചവരിൽ എത്ര പേർക്ക് കിട്ടി എന്നതിനേക്കാൾ ഉപരി അവിടെ പഠിച്ചവരിൽ എത്ര ശതമാനം പേർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ പല സ്ഥാപനങ്ങളും മുട്ടിലേടി. അവിടെ പഠിച്ചിരിക്കുന്ന കുട്ടികളിൽ 90% പേർക്ക് കിട്ടിയിട്ടുണ്ടോ, 80% പേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിശ്വസ്ത സ്ഥാപനങ്ങളും പൊളിയും. കാരണം അവിടെ ഇനി വിജയിച്ചവരുടെ കഥ മാത്രമേ പറയുള്ളൂ. തോറ്റുപോയവരുടെ കഥ ഇനി ആരും കേൾക്കാൻ വരുന്നില്ല. തോറ്റുപോയവർ വിജയിച്ചവരുടെ കഥ കാണാനായിട്ട് ക്യൂ നിൽക്കുക. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരും അവരെ പരിഹസിക്കുവാനോ ട്രോളാനോ പോവത്തില്ല. കാരണം നിങ്ങൾ ലിസ്റ്റിൽ വരാത്തവർ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. മറ്റുള്ളവർ മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ജോലിക്കായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് വരുന്നിടത്ത് വെച്ച് ഫേസ് ചെയ്യാം. നന്ദി.